التمسك بالأثر نجاه. 72-ാമത്തെ ചോദ്യമാണ്. ചോദ്യത്തിൽ ചോദിക്കുന്നത് അക്മിനിൽ ഹദീസ്, ഈ ഹദീസ് നിങ്ങൾ പൂർത്തീകരിക്കൂ, കംപ്ലീറ്റ് ചെയ്യൂ. എന്താണ് ഹദീസ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ മക്തൂബ, ആരാണോ എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത്, അത്രേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഉത്തരം നമ്മളത് പൂർത്തീകരിക്കാൻ ഇവിടെ അതിൽ ഉത്തരം കൊടുക്കുന്നത് കാണാം. ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അൻ യമൂത്ത്, അവനെ സ്വർഗപ്രവേശനത്തിൽ നിന്ന് അവൻ്റെ മരണമല്ലാതെ മറ്റൊന്നും തടയുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാം. എന്ന് വെച്ചാൽ ഒരാൾ എല്ലാ ഫർള് നിസ്കാര ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത് പതിവാക്കുകയാണെങ്കിൽ അവൻ മരണപ്പെടുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെ സ്വർഗപ്രവേശനത്തിന് തടസ്സം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഹദീസ് ആയത്തുൽ കുർസിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നറിയിച്ചു തരുന്ന വളരെയധികം പ്രധാനപ്പെട്ടൊരു ഹദീസാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, ഈ ഒരു ഹദീസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടതിൽ പിന്നെ, പഠിച്ച് മനസ്സിലാക്കിയതിൽ പിന്നെ ഒരു നിസ്കാരത്തിന് ശേഷം പോലും ഞാൻ ആയത്തുൽ കുർസി ഓതാത്തതായി കടന്നുപോയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നതായി കാണാം. അപ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ആയത്താണ്. നമ്മൾ കഴിഞ്ഞ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അതിനോടൊപ്പം നമ്മുടെ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ആവർത്തിച്ച് ചൊല്ലേണ്ട ഒരു ദിക്റും കൂടിയാണ് ആയത്തുൽ കുർസി എന്നുള്ളത് ഈ ഒരു ഹദീസ് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും പരമാവധി എല്ലാ നിസ്കാര ശേഷവും, ഇവിടെ ഉദ്ദേശിക്കുന്ന ഫർള് നിസ്കാരമാണ്, അപ്പോൾ എല്ലാ ഫർള് നിസ്കാര ശേഷവും മുടങ്ങാതെ നമ്മൾ പതിവായി ഈ ആയത്ത് ചൊല്ലാൻ മറന്നു പോകരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്.